ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾക്കൊരു കൂഴച്ചക്ക കിട്ടി കേട്ടോ. കൂഴച്ചക്ക പഴമായതുകൊണ്ട് തന്നെ അധികം തിന്നാൻ കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. തൊണ്ടയിൽ കുടുങ്ങും എന്നുള്ളതും അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ഈ പഴം കളയാൻ തോന്നിയില്ല. ഞങ്ങൾ കുമ്പിളപ്പം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ആ കാഴ്ചയാണ് കേട്ടോ നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. ഹസ്ബൻഡും ഞാനും കൂടി പെട്ടെന്ന് ചക്ക നന്നാക്കി അതിൽ നിന്ന് കുരുവിനെ വേർപ്പെടുത്തി മിക്സിയിലിട്ട് നന്നായി അങ്ങ് അരച്ചെടുത്തു. ഇതുപോലെ മാവ് രൂപത്തിൽ അരച്ചെടുക്കണം. അതിനുശേഷം 2-3 വെല്ലം എടുത്ത് ഉരുക്കാൻ വെച്ചു. കുറച്ച് ഏലക്കയും കൂടി എടുത്തങ്ങ് പൊടിച്ചെടുത്തു. ഈ സമയം ലച്ചുവിനെ നോക്കുന്നത് ചക്കരയാണ് കേട്ടോ. ടി വിയിലെ കാർട്ടൂൺ ഇട്ട് കൊടുത്താൽ ലച്ചുവിന് വല്ലാത്തൊരാവേശമാണ് കേട്ടോ. പിന്നെ കുറച്ച് തേങ്ങയെടുത്ത് വേഗത്തിൽ അങ്ങ് ചിരകി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി കഴിഞ്ഞപ്പോൾ നല്ല നാടൻ പശു നെയ്യ് അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തു. മുമ്പ് എടുത്തു വെച്ചിട്ടുള്ള ചക്ക വിരകിയതും ശർക്കര പാനിയും അതിലേക്ക് ചേർക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അത് നന്നായി മിക്സ് ചെയ്ത് അതിൻ്റെ ഒപ്പം തന്നെ അരിപ്പൊടിയും ഇട്ട് നന്നായി വരട്ടി അങ്ങെടുത്തു. പിന്നെ നമ്മുടെ തേങ്ങയും ഏലക്ക പൊടിയും വീണ്ടും നന്നായി മിക്സ് ചെയ്തെടുത്തു. കുട്ടികൾ കളിച്ചും ചിരിച്ചും ക്ഷമ നശിച്ചും കുമ്പിളപ്പം ഉണ്ടാക്കുന്നത് കാണാൻ വന്നു നിൽക്കുന്നു. ഇത് നന്നായി വരട്ടിയതിന് ശേഷം ഇത് തണുക്കാൻ വെക്കണം. അപ്പോൾ തന്നെ അട ഉണ്ടാക്കാനുള്ള പാത്രം വെള്ളം ഒഴിച്ചിട്ട് ഒരു ആവി പാത്രം അടുപ്പിൽ വെച്ച് സെറ്റ് ചെയ്യണേ. മുൻപ് പറിച്ചു വെച്ച എടനയിലയിൽ ഈ തണുത്ത മിശ്രിതം കുമ്പിൾ കുത്തി ആവി കുക്കറിൽ വെക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. വിസിൽ വന്ന് കുക്കർ തണുത്തതിന് ശേഷം അതിൻ്റെ മൂടി തുറക്കുമ്പോൾ ആ ഇലയുടെ സ്പൈസസ് ആയ മണവും ചക്കയുടെ മണവും നമ്മുടെ മൂക്കിലേക്ക് അങ്ങ് അടിച്ച് കയറും. എന്താ ഒരു മണവും ടേസ്റ്റും രുചിയൊക്കെ. അത് തിന്നുമ്പോഴുള്ള രുചിയൊന്നും പറഞ്ഞറിയിക്കാൻ കഴിയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.